ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു വലിയ സൈനിക ഏറ്റുമുട്ടൽ നടക്കുകയാണല്ലോ. ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണവും അതിന് ഇറാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് നൽകിയ തിരിച്ചടിയുമെല്ലാം ലോകത്തെ വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. ഈ തീവ്രമായ സാഹചര്യത്തിൽ ലോകത്തിലെ ഏറ്റവും സവിശേഷമായ നയതന്ത്ര നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു രാജ്യമുണ്ട്. അതാണ് നമ്മുടെ ഇന്ത്യ. ഇസ്രായേലുമായും ഇറാനുമായും ശക്തമായ ബന്ധം പുലർത്തുന്ന ഇന്ത്യ എങ്ങനെയാണ് ഈ സംഘർഷത്തെ കൈകാര്യം ചെയ്യുക? രണ്ട് സുഹൃത്തുക്കളെയും പിണക്കാതെ സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ഇന്ത്യ ഈ പ്രശ്നത്തെ എങ്ങനെ അതിജീവിക്കും? നമുക്ക് നോക്കാം. ഇസ്രായേൽ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചതും ഇറാൻ ഡ്രോണുകൾ ഉപയോഗിച്ച് തിരിച്ചടിച്ചതും ഈ മേഖലയിൽ സമ്പൂർണ്ണ യുദ്ധത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതിന് ശേഷം ഇന്ന് നെതന്യാഹു പ്രധാനമന്ത്രി മോദിയെ വിളിക്കുകയും വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു. ഈ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നിലപാട് വളരെ നിർണായകമാണ്. ഇന്ത്യക്ക് ഇസ്രായേലുമായി ദൃഢമായ പ്രതിരോധ, സാങ്കേതിക, കാർഷിക ബന്ധങ്ങളുണ്ട്. മറുവശത്ത് ഇറാൻ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് ഒരു പ്രധാന സ്രോതസ്സാണ്. മാത്രമല്ല, അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ കവാടമായ ചബഹാർ തുറമുഖത്തിൻ്റെ വികസനത്തിൽ ഇറാനുമായി ഇന്ത്യ സഹകരിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് രാജ്യങ്ങളുമായും ഒരുപോലെ നല്ല ബന്ധം പുലർത്തുന്ന ചുരുക്കം ചില ആഗോള ശക്തികളിൽ ഒന്നാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഒരു വശം മാത്രം ചായുന്നത് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ താൽപ്പര്യങ്ങളെയും നയതന്ത്രപരമായ വിശ്വാസ്യതയെയും ദോഷകരമായി ബാധിക്കും. ഈ വെല്ലുവിളിയെ എങ്ങനെ നേരിടുന്നു എന്നതാണ് ഇന്ത്യയുടെ നയതന്ത്ര മികവ്. ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ കാതൽ തന്ത്രപ്രധാനമായ സ്വയംഭരണം എന്ന തത്വമാണ്. ഇതിനർത്ഥം ആഗോള ശക്തികളുമായോ പ്രാദേശിക രാജ്യങ്ങളുമായോ സൈനിക സഖ്യത്തിൽ ചേരാതെ സ്വന്തം ദേശീയ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുക എന്നുള്ളതാണ്. ഈ നയം ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകവുമാണ്. ശീതയുദ്ധകാലം മുതൽക്കേ ഇന്ത്യ ചേരിചേരാ നയത്തിൻ്റെ പ്രധാന വക്താക്കളാണ്. ഊർജ്ജ സുരക്ഷ, വ്യാപാരം, പ്രവാസികളുടെ സുരക്ഷ എന്നിവ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട താൽപ്പര്യങ്ങളാണ്. ഏതെങ്കിലും ഒരു പക്ഷം ചേരുന്നത് ഈ താൽപ്പര്യങ്ങളെ അപകടത്തിലാക്കും. തങ്ങളുടെ നേരിട്ടുള്ള സുരക്ഷയെ ബാധിക്കാത്ത സംഘർഷങ്ങളിൽ സൈനികമായി ഇടപെടുന്നത് ഇന്ത്യ ഒഴിവാക്കാറാണ് പതിവ്. ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനോടും ഇറാനോടും ഉടനടി സംഘർഷം കുറയ്ക്കാനും സംയമനം പാലിക്കാനും സംഭാഷണങ്ങളിലേക്ക് മടങ്ങാനും ഇന്ത്യ ആഹ്വാനം ചെയ്യും. ഇത് അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യ സ്ഥിരമായി എടുക്കുന്ന ഒരു നിലപാടാണ്. ഈ സംഘർഷം അതിവേഗം പരിഹരിക്കേണ്ടത് ഇന്ത്യയുടെയും ആവശ്യമാണ്. മിഡിൽ ഈസ്റ്റ് ഇന്ത്യയുടെ എണ്ണയുടെയും പ്രകൃതിവാതകത്തിൻ്റെയും പ്രധാന ഉറവിടമാണ്. ചെങ്കടലിലെ നിലവിലെ തടസ്സങ്ങളും എണ്ണവിലയിലെ വർധനവും ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയ്ക്ക് വലിയ വെല്ലുവിളിയാണ്. ഒരു സമ്പൂർണ്ണ യുദ്ധം ഊർജ്ജ വിതരണത്തെ താറുമാറാക്കുകയും എണ്ണവില കുത്തനെ ഉയർത്തുകയും ചെയ്യും. ഇതിനു പുറമെ ഗൾഫ് രാജ്യങ്ങളിൽ ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികളുണ്ട്. ഒരു വലിയ സംഘർഷം അവരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാവുകയും വലിയ തോതിലുള്ള ഒഴിപ്പിക്കൽ ആവശ്യമായി വരികയും ചെയ്യും. ഇത് ഇന്ത്യക്ക് ഒരു വലിയ മാനുഷികവും സാമ്പത്തികവുമായ ഭാരമാണ്. ഇനി ചെങ്കടൽ, പേർഷ്യൻ ഗൾഫ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഷിപ്പിംഗ് റൂട്ടുകൾ ഈ മേഖലയിലാണ്. സംഘർഷം ഈ പാതകളെ തടസ്സപ്പെടുത്തുന്നത് ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങളെയും വിതരണ ശൃംഖലയെയും കാര്യമായി ബാധിക്കും. പാകിസ്ഥാനെ ഒഴിവാക്കി അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യ ഏഷ്യയിലേക്കും പ്രവേശനം നൽകുന്ന ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ചബഹാർ തുറമുഖം ഇറാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയിലെ അസ്ഥിരത ഈ തുറമുഖത്തിൻ്റെ പ്രവർത്തനങ്ങളെയും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പദ്ധതികളെയും ബാധിക്കും. ഇതുകൊണ്ടുതന്നെ ജെറുസലേമുമായും ടെഹ്റാനുമായും ഇന്ത്യ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ട്. ഇരുപക്ഷവുമായും സംസാരിക്കാൻ കഴിയുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ അവരും കാണുന്നു. ഐക്യരാഷ്ട്രസഭ, ബ്രിക്സ്, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ തുടങ്ങിയ വേദികളിൽ ഇന്ത്യ സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി ശക്തമായി വാദിക്കാറുണ്ട്. എന്നിരുന്നാലും സൈനിക സംഘർഷത്തിൽ നേരിട്ടുള്ള മധ്യസ്ഥതയ്ക്ക് സാധ്യത കുറവാണ്. സ്ഥിതിഗതികൾ ശാന്തമാകുമ്പോൾ മാനുഷികപരമായ കാര്യങ്ങളിലോ അല്ലെങ്കിൽ സംഘർഷം ലഘൂകരിക്കുന്നതിലുള്ള വിശാലമായ ചർച്ചകളിലോ ഒരു പിന്തുണ നൽകാൻ ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യയുടെ സോഫ്റ്റ് പവറാണ് ഇവിടെ നിർണായകമാവുക. ഇതിനോടകം തന്നെ ഇരു രാജ്യങ്ങളോടും സംയമനം പാലിക്കാനും പ്രകോപനപരമായ നടപടികൾ ഒഴിവാക്കാനും ഇന്ത്യ നയതന്ത്രമായി ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇന്ത്യ ഒരു പക്ഷം ചേരുകയോ ഏതെങ്കിലും രാജ്യത്തെ പരസ്യമായി അപലപിക്കുകയോ സൈനിക സഖ്യത്തിൽ ചേരുകയോ ചെയ്യില്ല. ഇത് സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നയതന്ത്ര സൂത്രമാണ്. ഇസ്രായേൽ ഇറാൻ സംഘർഷങ്ങളിലെ ഇന്ത്യയുടെ നിലപാട് ഒരു ആഗോള ശക്തിയായി ഇന്ത്യയുടെ വളർച്ചയുടെയും പുതിയ ലോകക്രമത്തിൽ അതിൻ്റെ സ്ഥാനത്തിൻ്റെയും ഒരു പരീക്ഷണം കൂടിയാണ്. ഈ സംഘർഷത്തെ വിജയകരമായി കൈകാര്യം ചെയ്യുന്നത് ഇന്ത്യയുടെ നയതന്ത്രപരമായ വിശ്വാസ്യത വർദ്ധിപ്പിക്കും. നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ഒരു അന്താരാഷ്ട്ര ക്രമം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ബഹുമുഖ ലോകത്തിൽ ഇന്ത്യക്ക് നിർണായകമായ ഒരു പങ്ക് വഹിക്കാനുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഏതൊരു അസ്ഥിരതയും ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ദീർഘകാല ലക്ഷ്യങ്ങളായ സാമ്പത്തിക വളർച്ചയെ നേരിട്ട് ബാധിക്കും. അതുകൊണ്ടുതന്നെ ഈ സംഘർഷം നിയന്ത്രിക്കേണ്ടത് ഇന്ത്യയുടെ പ്രാദേശിക സമാധാനത്തിന് മാത്രമല്ല, സ്വന്തം ഭാവിക്കും അത്യാവശ്യമാണ്. ചുരുക്കത്തിൽ ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിൽ ഇന്ത്യ ഒരു തന്ത്രപ്രധാനമായ ഞാണിമേക്കളിയാണ് നടത്തുന്നത്. കൂട്ടുകാരെ പിണക്കാതെ സ്വന്തം താൽപ്പര്യം സംരക്ഷിക്കുന്ന ഒരു കളി.
ഇനി ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ.